ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയിലെ കുറുവാ സംഘത്തിൻ്റെ മോഷണത്തിന് പിന്നിൽ ഇന്നലെ പിടിയിലായ തമിഴ്നാട്ടിലെ സന്തോഷ് ശെൽവം എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. നിരവധി മോഷണ കേസുകൾ ഇയാൾ പ്രതിയാണ്. ശരീരത്തിലെ ടാറ്റുവാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. പിടിയിലായവരെ കാണാൻ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ വൻ ജനക്കൂട്ടമാണ്. ഭീതിയോടെ ഉറങ്ങാൻ കഴിയാതെ പോയ ജനക്കൂട്ടം മുഴുവൻ ഇപ്പോൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ മുന്നിൽ തടിച്ചുകൂടിയെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മനീഷ് മഹിവാൽ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്നും തത്സമയം ചേരുകയാണ്. മനീഷ്, ശരിക്കും നാട്ടുകാരുടെ കൈ കിട്ടിയ കഴിഞ്ഞാൽ ശെൽവത്തിൻ്റെ ബാക്കി പോലും കാണില്ല. അതെന്തായാലും പോലീസ് അയാളുടെ തടി രക്ഷിച്ചോളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് അയാളെ മണ്ണഞ്ചേരിയിലേക്ക് കൊണ്ടുവന്നത്? നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയാണ്? SKN ഇന്നലെ രാത്രി തന്നെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനായിരുന്നു കുണ്ടന്നൂരിൽ നിന്നും ആദ്യം ആലോചിച്ചത്. പക്ഷേ ജനരോഷം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ അതിനു മുൻപ് തന്നെ ആളുകൾ ഒത്തുകൂടിയിരുന്നു. അത് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഈ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി കൊണ്ടുവരേണ്ട, പോലീസ് ക്യാമ്പിലേക്ക് മാറ്റാം, രാവിലെ തന്നെ മണ്ണഞ്ചേരിയിലേക്ക് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത്. അതായത് ഈ ഒരു കുറുവാ സംഘത്തിൻ്റെ ശല്യം ഏറ്റവും കൂടുതൽ ജില്ലയിൽ സഹിച്ചിട്ടുള്ള ആളുകളാണ് ഈ മണ്ണഞ്ചേരി പ്രദേശവാസികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മോഷ്ടാക്കളെ ഒന്ന് കാണാനുള്ള ആഗ്രഹം എന്താണെന്ന് സ്വാഭാവികമായി തന്നെ ഉണ്ടാവും. ഈ ചിത്രങ്ങൾ കണ്ടിരുന്നു, ഈ കസ്റ്റഡി കണ്ടിരുന്നു. അവരെ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് രാത്രി കാലങ്ങളിൽ ഉറങ്ങാനൊക്കെ ആയിട്ട് ഭയങ്കര ഭയമായിരുന്നു. കാരണം ഇപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അവരെ പിടിക്കാൻ പറ്റില്ല. അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം. മണ്ണഞ്ചേരി പോലീസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഇവരെ കണ്ടിട്ടില്ല, മുഖംമൂടി വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ട് തന്നെ ഇവരെ അങ്ങനെ മുഖമൊന്നും കണ്ടിട്ടില്ല അല്ലേ? ഇല്ല, കണ്ടിട്ടില്ല. അവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് നിൽക്കുന്നത്. കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ പരിസരത്തുള്ള എവിടെയെങ്കിലും ഈ കൊള്ളന്മാരൊക്കെ വന്നിരുന്നോ? ഇല്ല, ഇങ്ങോട്ട് വന്നില്ല. കോമളപുരത്തും അവിടെ എല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കയറി 3.5 പവന്റെ മാല മോട്ടിച്ചൻ പോയിട്ടുള്ള ഇതുണ്ടായിരുന്നു. ഈ മോഷ്ടാവിന്റെ ചിത്രം കണ്ടിരുന്നല്ലോ എവിടെയെങ്കിലും? ഞങ്ങള് വാട്സപ്പിൽ കണ്ടതേ ഉള്ളൂ. നേതാജി പടിഞ്ഞാറവശ കയറിയത് എൻ്റെ അളിയൻ്റെ വീട്ടിലാണ്. അളിയൻ മരിച്ചുപോയി, രേണു എന്നാണ് വൈഫിന്റെ പേര്. അവിടെയാണ് ഇവർ ആദ്യമായിട്ട് കയറുന്നത്. അതിനുശേഷമാണ് വാട്സപ്പിലൊക്കെ ഉറക്കമില്ല, എല്ലാരും പേടിയിലാണ്. ആ ഒരു കണ്ടീഷനിലേക്കാണ് ഇപ്പൊ. ഇന്നലെ പുലർച്ചെയും പല സ്ഥലങ്ങളിലായിട്ട് പിന്നെ വന്നത് കൈതത്തിൽ കുറച്ച് വീടുകളിൽ ചെന്ന് കഥയിൽ മുട്ടുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. SKN അങ്ങനെ ആളുകൾ ഒരുപാട് പേരുണ്ട്. ഇവരെ നിലവിൽ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനകത്താണ് ഈ മണികണ്ഠനും സന്തോഷ് ശെൽവനും ഉള്ളത്. ഇവരെ പുറത്തേക്ക് ഇറക്കുമോ, ഇവരെ കാണാനൊക്കെ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ജനക്കൂട്ടം കൂടി നിൽക്കുന്നത്. SKN. താങ്ക് യു. ഇയാളാണ് ശെൽവൻ എന്ന് പറയുന്ന ആള്. ഇയാളെയാണ് ഇന്നലെ കൊച്ചിയിലെ കുണ്ടന്നൂരിൽ നിന്ന് പോലീസ് പിടികൂടിയത്. അയാൾ വൈകുന്നേരം പിടികൂടിയെങ്കിലും പോലീസ് ജീപ്പിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഏതാണ്ട് 4 മണിക്കൂറിലധികം നീണ്ടുപോയൊരു ഓപ്പറേഷൻ്റെ പിന്നാലെയാണ് കൊച്ചി പോലീസിനും ദൗത്യസേനയ്ക്കും ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത്. ഇയാൾ വിലങ്ങോട് ജെട്ടി മാത്രം ഇട്ടുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് കൊച്ചി നഗരത്തിൽ കടക്കാൻ കഴിഞ്ഞില്ല. കാടിളക്കിയുള്ള ഒരു പരിശോധന പോലീസ് നടത്തി. പിന്നീട് അയാളെ കയ്യാമം വെച്ച് വിലങ്ങണിയിച്ചിരുന്നു. അയാളെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നാണ് കൊച്ചി പോലീസ് നൽകുന്ന വിവരം. മാത്രമല്ല പിന്നീടാണ് ഇന്ന് രാവിലെ ഇയാൾ ഈ കുറുവാ സംഘത്തിലെ പ്രധാനിയാണെന്നുള്ള വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നത്. കുറേ അധികം രാത്രികളിലായി നാട്ടുകാർ ഉറങ്ങാൻ കഴിയാത്ത ഭീതി പടർത്തിയ ഈ കുറുവാ സംഘത്തിലെ പ്രധാനിയാണ് സന്തോഷ് ശെൽവൻ.